ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ലിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈലിലെ ബാറ്ററി ലൈഫ് എങ്ങനെ നമുക്ക് നിലനിർത്താൻ സാധിക്കും, അതേപോലെ എങ്ങനെയാണ് നമുക്ക് ഒരു ദിവസം ബാറ്ററി ലൈഫ് എത്രയും കൂടുതൽ നമുക്ക് ബാറ്ററി ഉപയോഗിക്കാൻ സാധിക്കും. അതിനുള്ള ചില ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സാധാരണ നമ്മളൊരു പുതിയ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടി വന്നാൽ 2 അല്ലെങ്കിൽ 3 വർഷത്തിന് ശേഷം അതിന്റെ ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞു വരും. 2 തൊട്ട് 3 വർഷം വരെ നമുക്കൊരു ഫോണിന്റെ ബാറ്ററി കപ്പാസിറ്റി ലഭിക്കത്തുള്ളൂ. അതിന് കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചാർജ് ഹോൾഡ് ചെയ്യാനുള്ള സെൽസ് ഡാമേജ് ആകുന്നതുകൊണ്ടാണ് ആ ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞു വരുന്നത്. ഒരു പുതിയ ഫോൺ എടുക്കുമ്പോൾ അതിൽ 24 മണിക്കൂർ ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ലഭിച്ചാൽ ഒരു 3 വർഷത്തിന് ശേഷം അതിന്റെ കപ്പാസിറ്റി ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറത്തേക്കായി കുറയും. അതിന് കാരണം അതിൽ ചാർജിങ് ഹോൾഡ് ചെയ്യുന്ന സെൽസ് ഡാമേജ് ആയി പോകുന്നതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ എന്ത് ചെയ്യാൻ സാധിക്കും, കൂടുതൽ നേരം നമ്മളുടെ മൊബൈലിന്റെ ബാറ്ററി എങ്ങനെ നിലനിർത്താൻ സാധിക്കും, ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ചില ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളത് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മൊബൈലിലും അത് ചിലപ്പോൾ വർക്ക് ആവും. ആദ്യത്തെ കാര്യം, സാധാരണ നമ്മളുടെ ഫോൺ നമ്മൾ ചാർജിങ്ങിൽ ഇടുന്നത് 0% ബാറ്ററി എത്തിയതിനു ശേഷമായിരിക്കും ചിലപ്പോൾ ചാർജിങ്ങിൽ ഇടുന്നത്. ഇത് നമ്മൾ ഒഴിവാക്കുക. ഏകദേശം 20% മുകളിൽ ബാറ്ററി ഉള്ളപ്പോൾ തന്നെ ചാർജ് ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ ചാർജിങ് 100% എത്തിയതിനു ശേഷം മാത്രമേ ഡിസ്കണക്ട് ചെയ്യത്തുള്ളൂ. കാരണം 100% ചാർജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരത്തില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയാകാൻ നമ്മൾ 100% വരെ ചാർജ് ചെയ്യും. ഇതും നമ്മൾ ഒഴിവാക്കുക. കാരണം 100% വരെ ഒരിക്കലും ചാർജ് ചെയ്യാതിരിക്കുക. ഫുൾ ചാർജിങ്ങും ഫുൾ ഡിസ്ചാർജിങ്ങും ഒഴിവാക്കുക. ഒരു ദിവസം 2-3 പ്രാവശ്യം ചാർജ് ചെയ്യണമെങ്കിലും നിങ്ങളുടെ ഫോണുകൾ നിങ്ങൾ ചാർജ് ചെയ്യുക. എന്നാൽ 0% വരെ ചാർജ് ഡിസ്ചാർജ് ആകാതിരിക്കാൻ നോക്കുക. രണ്ടാമത്തെ കാര്യം, മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ഫോൺ 0% വരെ ചാർജ് എത്തിയതിനു ശേഷം 100% വരെ ചാർജ് ചെയ്യുക. അത് എന്നും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ഡാമേജ് ആകാനേ അതിടയാകത്തുള്ളൂ. എന്നാൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. മൂന്നാമതായി പറയാനുള്ളത്, നിങ്ങളുടെ ഫോണിന്റെ ചാർജർ അല്ലാതെ മറ്റേതെങ്കിലും ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നൊരു ഡൗട്ട് പലർക്കും ഉണ്ട്. എന്നാൽ അങ്ങനെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏത് ചാർജർ ഉപയോഗിച്ചും നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. അതിൽ ഉള്ള വോൾട്ടേജ് ഒരേപോലെ ആയിരിക്കണമെന്ന് മാത്രം. അതിൽ എഴുതിയിരിക്കുന്ന വോൾട്ടേജ് എത്രയാണോ അത് ഒരേപോലെ ആയിരിക്കണമെന്ന് മാത്രം. ഏത് ചാർജറും നിങ്ങൾക്ക് ഏത് ഫോണിന്റെയും ചാർജർ, ബ്രാൻഡഡ് ചാർജർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം, നാലാമത്തെ കാര്യം, ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്ത ഫോണുകളിൽ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. നിങ്ങളുടെ ഫോണിൽ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലവും നിങ്ങളുടെ ബാറ്ററിക്കോ ഫോണിനോ ഉണ്ടാകത്തില്ല. ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യാം. ബാറ്ററിയിൽ എത്ര കപ്പാസിറ്റിയാണ് വേണ്ടത് അത്രയും മാത്രമേ ബാറ്ററി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് അല്ലാത്ത ഫോണിൽ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ല. സാധാരണ ഒരു ഫോണിന്റെ ഇപ്പോൾ ഓർക്കുക 1000 റീചാർജ് സൈക്കിൾ ഉള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് 2 തൊട്ട് 3 വർഷം വരെ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഓവർ ചാർജ്. രാത്രി നിങ്ങൾ ഫോൺ ചാർജിങ്ങിന് ഇട്ടതിന് ശേഷം രാവിലെ എടുക്കാൻ ചെല്ലുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് പലർക്കും ഉണ്ട്. അതായത് രാത്രി നമ്മൾ ചാർജിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് ചാർജ് ഫുള്ളായി നമുക്ക് ലഭിക്കും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലവും ഇല്ല. കാരണം ഓവർ ചാർജിങ് പ്രൊട്ടക്ഷൻ ഉള്ള ബാറ്ററികളാണ് ഇപ്പോൾ വിപണിയിൽ വരുന്ന എല്ലാ ഫോണുകളിലും. കാരണം ഒരു 2 വർഷം 3 വർഷത്തിനുള്ളിൽ ഇറങ്ങിയ മിക്ക ഫോണുകളിലും നിങ്ങൾക്ക് ഓവർ ചാർജിങ് പ്രൊട്ടക്ഷൻ ഉള്ള ബാറ്ററികളാണ്. 100% ചാർജിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ചാർജ് ആകുന്നത് സ്റ്റോപ്പ് ആവും. അങ്ങനെയുള്ള ബാറ്ററികളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കുറേ കാലം മുമ്പ് ഇറങ്ങിയിരുന്ന നോക്കിയയുടെ ഫോണുകളിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ബാറ്ററി ഓവർ ചാർജിങ് മൂലം ബാറ്ററി വീർത്ത് വരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പഴയ ഫോണുകളിൽ. എന്നാൽ ഇപ്പോഴുള്ള ഫോണുകളിലൊന്നും അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഇല്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. അതായത് യൂസർ നോൺ റിമൂവബിൾ ബാറ്ററി ഉള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സർവീസ് സെന്ററിൽ പോകേണ്ടി വരും. അല്ലാത്ത ഫോണുകളാണെങ്കിൽ ബാറ്ററി ഊരി നമുക്ക് മറ്റ് ബാറ്ററി പെട്ടെന്ന് മാറാൻ സാധിക്കുന്ന ഫോണുകളാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ബാറ്ററി വാങ്ങിയിടാം. എന്നാൽ യൂസർ നോൺ റിമൂവബിൾ ബാറ്ററി ഉള്ള ഫോണുകളിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഓരോ ദിവസത്തെയും നമ്മളുടെ ഫോണിന്റെ ബാറ്ററി പെർഫോമൻസ് നമുക്ക് എങ്ങനെ കൂട്ടാൻ സാധിക്കും, അതിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെറ്റിംഗ്സ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇവിടെ കുറേയേറെ ഓപ്ഷനുകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് വൈഫൈ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഓഫ് ചെയ്യുക. അതേപോലെ മൊബൈൽ ഡേറ്റ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക. വീണ്ടും മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ സിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിത് ഇവിടെ നിന്നും ഓഫ് ചെയ്തു. നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ യൂസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നിന്നും ഓഫ് ചെയ്തിടുക. ഈ കാണുന്ന ഈ ഫംഗ്ഷനുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകത്തില്ല. നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനുവലി ഇത് ഓഫ് ആക്കിയെങ്കിലേ ഇത് ഓഫ് ആകത്തുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊന്നും ഓഫ് ആകത്തില്ല. നമ്മൾ അറിയാതെ ഈ ഫംഗ്ഷനുകളൊക്കെ ഓൺ ആയി കിടക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ ബാറ്ററി യൂസ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു
ഓപ്ഷൻ കാണാൻ സാധിക്കും, ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഗൂഗിൾ മാപ്പ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയെങ്കിൽ മാത്രമേ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്തുള്ള ലൊക്കേഷൻസ് ഒക്കെ ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ബാറ്ററി ഡ്രെയിൻ ചെയ്യും. നിങ്ങളതുകൊണ്ട് ഈ ഫംഗ്ഷനുകളൊക്കെ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടുക. അടുത്തതായിട്ട് പറയാനുള്ളത്, നമുക്ക് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ആക്കി 1-2 മാറ്റങ്ങൾ നമുക്ക് സെറ്റിംഗ്സിൽ വരുത്തണം. ഞാനിവിടെ ഒന്നും സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ആക്കിയാണ്. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ബാറ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എൻ്റെ ഈ ഫോണ് ആൻഡ്രോയിഡ് ലോലിപോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏത് ആപ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും. ഗൂഗിൾ പ്ലേ സർവീസ്, ആൻഡ്രോയിഡ് സിസ്റ്റം, ആൻഡ്രോയിഡ് OS, യൂട്യൂബ് തുടങ്ങിയ ആപ്ലിക്കേഷനുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്നത് ഗെയിംസും അതേപോലെ ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്ലിക്കേഷനുകളാണ്. ഞാനിതിൽ ഫേസ്ബുക്ക് കൂടുതൽ ഈ ഫോണിൽ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റിൽ ഫേസ്ബുക്ക് വരാഞ്ഞത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഗൂഗിൾ പ്ലേ സർവീസും ആൻഡ്രോയിഡ് സിസ്റ്റത്തിലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഈ ഫംഗ്ഷനുകൾ ഉള്ളതുകൊണ്ടാണ് ഫോണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഫോണുകളിൽ ആൻഡ്രോയിഡ് സിസ്റ്റം ഒരുപാട് ഒപ്റ്റിമൈസ് ചെയ്താണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പവർ എഫിഷ്യൻസി കൂടിയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ പഴയ മോഡൽ ഫോണുകളിലൊന്നും തന്നെ അത്ര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഫോണുകളായിരിക്കത്തില്ല. അതിലൊക്കെ ബാറ്ററി ലൈഫ് വളരെ കുറവായിരിക്കും. ഇനി ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇവിടെ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് ഓപ്ഷനാണ് സ്ക്രീൻ ടൈം ഔട്ട്. സ്ക്രീൻ ടൈം ഔട്ടിൽ നിങ്ങൾ 10 to 15 സെക്കൻഡ് ഇവിടെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ല എന്നുണ്ടെങ്കിൽ 30 സെക്കൻഡ്. അതിന് മുകളിലോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ യൂസ് ചെയ്യാത്ത സമയത്ത് നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ ഓൺ ആയിരിക്കും. 1 മിനിറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകത്തുള്ളൂ. ഞാനിവിടെ 13 സെക്കൻഡ് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആട്ടോ അഡ്ജസ്റ്റ് സ്ക്രീൻ ടൂൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഓപ്പൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്. നിങ്ങൾ ഇത് അൺചെക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഫോണിൽ ഓട്ടോ ബ്രൈറ്റ്നസ് ഇടാതെ ഇരിക്കുക. മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ബ്രൈറ്റ്നസ് ഇടുക. ഓട്ടോ ബ്രൈറ്റ്നസ് പരമാവധി ഒഴിവാക്കുക. അതിനുശേഷം ഞാൻ ബാക്ക് ചെയ്യുകയാണ്. ബാക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് റീസെന്റ് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന് നിങ്ങൾ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്ത ആപ്ലിക്കേഷനുകളൊക്കെ ക്ലോസ് ചെയ്യുക. നോക്കുക, ഞാനിവിടെ ഒന്നും ഓരോ ആപ്ലിക്കേഷനുകളായിട്ട് ക്ലോസ് ചെയ്യുക. ഇവിടെ ഞാൻ സ്ക്രീൻ റെക്കോർഡർ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് മൊത്തമായിട്ട് ഞാനിവിടെ ഒന്നും ക്ലോസ് ചെയ്യുന്നില്ല. അതിനുശേഷം ഈ ഓപ്ഷൻ നിങ്ങൾ റീസെന്റ് ആപ്പ് ഓപ്പൺ ആക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ആക്റ്റീവ് ആപ്സ്, അതേപോലെ ഡൗൺലോഡ്സ്, റാം, ക്ലിയർ ഡേറ്റ തുടങ്ങിയ കുറേ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇവിടെ ഒന്നും നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ ഇവിടെ ഒന്നും ക്ലിയർ ചെയ്യുക. ഞാനിവിടെ ഒന്നും ഓരോ ആപ്ലിക്കേഷനുകൾ ക്ലിയർ ചെയ്യുകയാണ്. അതിനുശേഷം റാം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ക്ലിയർ മെമ്മറി എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ചില ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷനുകൾ ഇവിടെ ഒന്ന് ക്ലോസ് ആവും. നിങ്ങൾക്ക് കുറേ റാം ഇവിടെ ഫ്രീ ആക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, നിങ്ങൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ, നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ 4G 3G ഡേറ്റയോ നിങ്ങൾ ഓൺ ആക്കിയതിന് ശേഷം നിങ്ങളുടെ ഫോണ് യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് സെർച്ച് ചെയ്യുന്നതിലൂടെ കൂടുതൽ ചാർജ് നിങ്ങളുടെ ഫോണിൽ നിന്നും പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് 4G യൂസ് ചെയ്യേണ്ടാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ 4G LTE ഓഫ് ചെയ്തെടുക്കുക. ആവശ്യമുള്ളപ്പോൾ 4G LTE ഓൺ ആക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് ബാറ്ററി ഒരുപാട് നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു ചില ആപ്ലിക്കേഷനുകൾ, തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിനു മുമ്പ് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു, ഗ്രീനിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതേപോലെ ബാറ്ററി സെർവർ എന്ന് പറയുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇവിടെ ഒന്നും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് നല്ല റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ഇവിടെ എവാസ്റ്റ് ബാറ്ററി സേവർ ഉണ്ട്. ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്, നല്ല കമ്പനിയുടെ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിലൂടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്ലിക്കേഷനുകൾ 1 ക്ലിക്കിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.